മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിന്റെ ഗോതമ്പിന്റെ ഒരു പാക്കറ്റ് ഒന്നാകെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴാണ് മഹാനായ സയ്യിദ് ഇബ്നു സൗഹാൻ, താബിഈങ്ങളിൽ പ്രമുഖനാണ്, ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ് തഫഅലു ഹാദാ വഅൻത സാഹിബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ സൽമാനുൽ ഫാരിസി, നിങ്ങളിങ്ങനെ ചാക്കില് ഗോതമ്പ് വാങ്ങിച്ചു പോരുകയാണോ എന്ന് മഹാനായ സയ്യിദ് ഇബ്നു സൗഹാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നിങ്ങളിങ്ങനെ ചെയ്യേ, തവക്കുലാക്കിയാ പോരെ, കുറച്ച് വാങ്ങിച്ചാ പോരെ, ഇത്രയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. വീട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സ്റ്റോർ റൂമൊക്കെ അല്ലേ, സ്റ്റോർ റൂം എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു മാസത്തേക്കുള്ള അരി അവിടെ നമ്മൾ എടുത്തു വെക്കുകയാണ്. അപ്പോ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ, അതിൽ തെറ്റുണ്ടോ? ഇല്ലേ, ഒരു കുഴപ്പമില്ല, അതിലൊരു കുഴപ്പമില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന മുത്ത് റസൂലിന്റെ സ്വഹാബി, അവരാണ് ഖന്തഖ് കുഴിക്കാൻ നബി തങ്ങൾക്ക് ഉപദേശം കൊടുത്തത്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ആ സ്വഹാബി വരെ പറഞ്ഞു, ഇന്നൻ നഫ്സ, ശരീരം, ഇദാ അഹ്റസത് ഖൂതഹാ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ശരീരത്തിന് ആവശ്യമായത് നമ്മൾ ഒരുക്കി വെച്ചാൽ, വതഫറഗത് ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്താൽ, യഇസ മിൻഹൽ വസ്വാസ്, ശരീരത്തിൽ നിന്നും വസ്വാസിന്റെ അസുഖം നീങ്ങിപ്പോകുമെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അതായത് ഭക്ഷണം കഴിക്കാനുള്ളത് പടച്ചോനിന്റെ കുട്ടികൾക്ക് തിന്നാനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ വസ്വാസ് വരും. പടച്ചോനെ, അല്ലാഹുവേ, ഉച്ചയ്ക്ക് നേരമായി, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരാൻ നേരമായി, ചോറ് കൊടുക്കാൻ ഒന്നില്ലല്ലോ, ഭക്ഷണം വീട്ടിലില്ലല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് രാവിലെ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ദുഹർ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മനസ്സിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള വസ്വാസും ചിന്തയും വരാതെ ഇബാദത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പൊ സ്റ്റോർ റൂമിൽ സാധനം കൊണ്ടുപോയി വെക്കണതിന് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. റാഹത്തായാലേ നമുക്ക് കുട്ടിയൊക്കെ തിന്നാനുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, പള്ളിയിലൊക്കെ റാഹത്തിൽ നിസ്കരിച്ചിട്ട് വരാം, അതിന് കുഴപ്പമില്ല. എന്താണ് നമ്മുടെ ശരീഅത്ത് ചർച്ച ചെയ്യാതെ പോയത് എന്നാണ് അത്ഭുതം. എന്താണ് നമ്മുടെ ശരീഅത്ത് പറയാതെ പോയത്? എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ബന്ധികളാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അപ്പോ എത്ര കാലം റിട്ടയർമെന്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത വിഷയം. റിട്ടയർമെന്റിന്റെ പ്രായം എത്രയാന്നൊക്കെ, ഇപ്പൊ ഗവൺമെന്റ് എത്ര റിട്ടയർമെന്റ് സമയം എത്രയാണ്? 55ഓ 60ആയോ ഡോക്ടറെ? 56. 56 നല്ല ആരോഗ്യമുള്ള സമയമാണ് അതൊക്കെ അല്ലെ. 56 റിട്ടയർമെന്റിലേക്ക് പോണെന്നാണ്. ഇനി പണിക്ക് മതിയേക്ക് വീട്ടിൽ പോയിരുന്നോളൂ, ഞങ്ങൾ ഭാഷ തരാം. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സംഗതി ഇല്ല എന്നാണ്. നമ്മുടെ ശരീരത്തിൽ എന്തില്ല, ശരിക്ക് ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ്. 2 ദിവസം എന്ത് ചെയ്യാ, ജോലി എടുക്കാതെ നമ്മൾ ഫ്രീ എടുക്കുക, അങ്ങനെ ഇല്ല എന്നാ. കാലം മുഴുവൻ അധ്വാനിക്കണം എന്നാ. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നില്ലെന്ന അത്ഭുതം. വീക്കെൻഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഞായറാഴ്ച ലീവ് അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ലീവ്, അങ്ങനെ സംഭവമല്ല. കാരണം നമ്മുടെ യന്ത്രവൽക്കരണങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് കൃഷിയിടങ്ങളിൽ മനുഷ്യന്മാർ അധ്വാനം തുടങ്ങിയപ്പോ കന്നുകാലികളെ വെച്ച് ഉഴുതാണ്. അത് 7 ദിവസം കൊല്ലം മുഴുവൻ പണിയാണ്. പിന്നെ ആ ട്രാക്ടർ വരുന്നത്, അപ്പൊ മൂപ്പർക്ക് റിപ്പയർമെന്റിന്റെ സമയം വേണം. മെഷീനറി വന്നപ്പോ റിപ്പയർ ചെയ്യാൻ 1 ദിവസമൊക്കെ ഹാൾട്ട് എടുക്കല്ലേ, 1 ദിവസം ലീവാക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴാ വികസിത രാജ്യങ്ങളിൽ 1 ദിവസം ലീവ് വന്നത്. അന്ന് മെഷീൻ ശരിയാക്കാൻ, മെഷീൻ കൊണ്ടുള്ള പണി തുടങ്ങിയപ്പോ. മെഷീൻ വരുന്നതിന്റെ മുമ്പ് നിരന്തരം ജോലി തന്നെയാണ്. 1 ദിവസം മെഷീൻ ലീവാണെങ്കിൽ 1 ദിവസം നമുക്ക് ലീവ് വേണ്ടെന്ന് പിന്നെ ആലോചിച്ചതാണ്. അങ്ങനെ അപ്പൊ 2 ദിവസമൊക്കെ ലീവാകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ. ഏതായിരുന്നാലും മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രായമായപ്പോ, വയസ്സ് 70 കഴിഞ്ഞപ്പോ കൃഷി ചെയ്യാൻ, കൃഷിയിലാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ പ്രമുഖനാണല്ലോ. അപ്പൊ ചോദിച്ചു, ഒരാൾ ചോദിച്ചത് കണ്ടപ്പോ, അത്തഗ്രിസു ഹാദിഹി വഅൻത ശൈഖുൻ കബീർ, ഒരുപാട് പ്രായമായ ആളായതിന്റെ ശേഷം, വാർദ്ധക്യം വന്നതിന്റെ ശേഷം നിങ്ങൾ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയാണോ? ഈ വയസ്സ് പ്രായത്തിലൊക്കെ അധ്വാനിക്കുകയാണോ എന്ന് ചോദിച്ചു. ആരോട്? സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. ഹാദിഹി ലാ തുത്ഇമു ഇല്ലാ ഫീ കദാ വകദാ ആമൻ,
70 വയസ്സുള്ള ഒരാൾ ഒരു തെങ്ങിന്റെ തൈ നടുകയെന്ന് വിചാരിച്ചോളൂ. അതുപോലെ അദ്ദേഹം ഒരു ഈത്തപ്പന നടുകയാണ്. അപ്പൊ വഴിയിലൂടെ കടന്നുപോയ ആള് പറഞ്ഞു, പിന്നെ ഈ 70 കഴിഞ്ഞ് നിങ്ങൾ ഇത് കുഴിച്ചിട്ടിട്ട് ഇത് കായ്ച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഭൂമിയിലുണ്ടാകുമോ? മിനിമം ഒരു 20 കൊല്ലെങ്കിലും കഴിയണ്ടേ ഇതിന് പൂർണ്ണ വളർച്ചയെത്തിയിട്ട് അതിന്റെ പഴവർഗ്ഗങ്ങൾ ലഭ്യമാവാൻ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിയണ്ടേ? അതുവരെ നിങ്ങൾ ബാക്കിയുണ്ടാകുമോ? ആർക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നല്ല ചോദ്യമാണല്ലേ? നല്ല ചോദ്യമാണ്. എന്താ മറുപടി എന്നറിയോ? എന്തായിരിക്കും മറുപടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ആർക്കെങ്കിലും അങ്ങോട്ട് തിരിച്ച് പറഞ്ഞുതരാൻ സൗകര്യമുള്ളവരെന്ന് കൈപൊക്കിയായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞോളൂ. എന്തായിരിക്കും ഫജൽ? എന്റെ മുമ്പുള്ള ആളുകൾ വെച്ചതാണല്ലോ ഞാൻ തിന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തിന്നാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. നല്ല ആൻസറാണ്. ഈ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? മാ അലയ്യ അൻ യകൂന ലി അജ്റുഹാ വയഅകുല മിൻഹാ ഗൈരി. ഈ ഭക്ഷണം മറ്റുള്ളവർ തിന്നുന്നതിന് എന്താണ് വിരോധം? എനിക്കാണല്ലോ അതിന്റെ കൂലി കിട്ടുന്നത്. ഈ നട്ടതിന്റെ കൂലി എനിക്കാണല്ലോ. അത് കഴിക്കുന്നത് മറ്റാരെങ്കിലും ആയാലെന്ത്? ഞാൻ ഈ കൃഷി ചെയ്യുന്നത് എനിക്ക് അല്ലാഹു ഇതിന് കൂലി തരുമല്ലോ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, എനിക്ക് കൂലി തരുമല്ലോ അല്ലാഹു. തിന്നുന്നത് ആരോ ആയിക്കോട്ടെ, ഞാൻ കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്യുന്നത്, ഫാം ചെയ്യുന്നത് അല്ലാഹു കൂലി തരുന്ന വിഷയമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ആരെങ്കിലും കഴിച്ചോട്ടെ, അതിനെന്താ? ആരെങ്കിലും കഴിച്ചോട്ടെ. മറ്റാരൊക്കെയോ നട്ടുവെച്ചതാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. നമ്മുടെ ഫضൽ സൂചിപ്പിച്ച പോലെ അതുപോലെ വിശുദ്ധ ഹബീബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല. ഖിയാമത്ത് നാളിന്റെ ഘോരമായ ശബ്ദം കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഘോരമായ ശബ്ദം, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെന്ന് സങ്കല്പിക്കുക. വഫീ യദി അഹദികും ഫസീല. നിങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ ഈത്തപ്പനയുടെ ഒരു ചെറിയ മുള പൊട്ടിയ ഒരു ചെറിയ തൈ നിങ്ങളുടെ കൈകളിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിങ്ങനെ മണ്ണിലേക്ക് വെക്കാൻ പോകുമ്പോഴാണ് ആകാശം പൊട്ടിപ്പിളരുന്ന ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചെറിയ തൈയെ അവിടെ വലിച്ചെറിഞ്ഞു പോവുകയല്ല, നിങ്ങളത് കൃഷി ചെയ്തതിന്റെ ശേഷം മണ്ണിലേക്ക് വെച്ചു കൊടുത്തതിന്റെ ശേഷം നിങ്ങൾ പിന്നെ ഖിയാമത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേറെ മനുഷ്യനെ കൃഷി ചെയ്യണമെന്നും അധ്വാനിക്കണമെന്നും പഠിപ്പിക്കുന്ന വേറെ എന്ത് ഹദീസ് വേണം? എന്ത് വേണം? ഖിയാമത്ത് നാളെ നടക്കുകയാണ്. ഇനി ഇത് വളരൂല, ഇത് വളർന്നു വരാനോ കായ്ക്കാനോ ഇനി സമയമല്ല, ലോകം മുടങ്ങുകയാണ്. എന്നാലും പ്രതീക്ഷ വിടണ്ട. നിങ്ങൾ ആ പ്ലാന്റ് ചെയ്തതിന്, ആ ചെടി നട്ടുവെച്ചതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരും. അതിന് അല്ലാഹു കൂലി തരും. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.